ഹേ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡെയിലി വ്ളോഗിങ് സീരീസ്. അപ്പം ഇന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. എൻ്റെ വീക്കെൻഡ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ഈ വീക്കെൻഡൊക്കെ ആദ്യത്തെ ഭയങ്കര രസമായിരിക്കും. നമ്മൾ ഒരു സ്ഥലത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ഥലങ്ങൾ കാണണം, പിന്നെന്താ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. പക്ഷേ പിന്നെ ആകുമ്പോൾ മടുത്തു തുടങ്ങും, മെല്ലെ മടിക്കും, എല്ലാവർക്കും മടിക്കും. പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങണ കുറവായിരിക്കും, പിന്നെ എന്താ മടി പിടിച്ചു തുടങ്ങും. പിന്നെ വേറൊരു കാര്യം ചെയ്യൂല, വെറുതെ ഇരുന്ന് കാലം വിട്ട് വൈകുന്നേരം വരെ റൂമിനകത്ത് വല്ല ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടങ്ങിരിക്കും. ഇതാണ് ഒരു എന്താ പറയുക, ലൈഫ് അങ്ങനെ പോകുമ്പോൾ പഠിച്ചു വരുന്നൊരു സാധനമാണ്. സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയല്ല, കുറേ ആൾക്കാർ ഈ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ആയിരിക്കും ഫുൾ ടൈം ക്ലബും പാർട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്ന ആളായിരിക്കും. പക്ഷേ ആദ്യമൊക്കെ ഭയങ്കര രസമായിരിക്കും. ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ഇടയ്ക്ക് ട്രിപ്പിന് വരുന്നവന്മാരൊക്കെ കണ്ടിട്ടില്ലേ, ഫുള്ള് വരുന്നു, ക്ലബിലൊക്കെ പോകണു, പാർട്ടിക്ക് പോകണു, ഡാൻസ് കളിക്കണം, സ്റ്റാറ്റസ് എടുക്കുന്നു, സ്റ്റോറി ഇടുന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പക്ഷേ ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ കുറേ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. അവിടെ പോകണം, ഇവിടെ പോകണം, കോർമംഗലം പോകണം, ഇന്ദിരാനഗർ പോകണം, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ പിന്നെ ഒരു തന്ത വൈബാണോന്ന് അറിയില്ല. ഇപ്പോൾ എന്തോ ഒരു സാധനം അപ്പം അതിലോട്ടൊന്നൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിക്കണ് സംഭവം. കുറേ സ്ഥലങ്ങൾ കണ്ടു. പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ പോകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം പൈസ ചിലവാണ്. ഒരു സ്റ്റാഗ് എൻട്രിക്ക് കയറണമെങ്കിൽ നമ്മൾ 1000-1500 രൂപ കൊടുക്കണം. 1000-1500 രൂപ കൊണ്ട് നമുക്ക് എന്തോരം മന്തി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തോരം ഫുഡ് കഴിക്കാം. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ ആരെങ്കിലും മദ്യം വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബിയർ എടുത്ത് റൂം നടിച്ചു, അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞാൻ ഈ ക്ലബ്ബ് സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ തുടങ്ങി. ഒഴിവാക്കാന്നല്ല, വല്ലപ്പോഴും നമുക്ക് 2 മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോറടിയില്ല ലൈഫ്. സ്ഥിരം ഇങ്ങനെ മദ്യവെച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ക്ലബ്ബിലും പോയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ, നമ്മളെ പൈസ പോകും. പിന്നെ അല്ലെങ്കിൽ കപ്പിളൊക്കെ ആണെങ്കിൽ കപ്പിൾസിനൊക്കെ എൻട്രി ഫീസൊക്കെ കുറച്ച് കിട്ടും. അങ്ങനെ എന്തെങ്കിലും സാധനമുണ്ട്. 1000-1500 രൂപയ്ക്ക് ഒരു കപ്പിളിനെ കയറാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ നമുക്ക് കപ്പിളില്ലല്ലോ, അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പോവാണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഈ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ള ടാസ്ക്കാണ് അലക്കാനുള്ളത്. ഇന്ന് രാവിലെ എണീച്ച് ഞാൻ PGൻ്റെ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് പോയി നോക്കിയപ്പം അവിടെ മൊത്തം തിരക്കാണ്. അപ്പോൾ ആ പ്ലാനും പോയി. ഞാൻ കാണിച്ച റേഷ് ഇത് കണ്ടോ, ഇത്രയും കൂമ്പാരം ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ സമ്പാദ്യമാണ്. ഇനി കുറച്ച് അലമാരേനകത്തുണ്ട്, കുറച്ച് എൻ്റെ ബാഗിനകത്തുണ്ട്. പക്ഷെ ബാച്ചിലർ ലൈഫ് ഒരു സമയത്ത് നോക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ബാച്ചിലർ ലൈഫ് കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ബാച്ചിലറിലല്ല, ഒരു സിംഗിൾ ലൈഫ് പോകുമ്പോൾ ഭയങ്കര രസമായിട്ട് പോകും. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത ഡ്രാമാസ് ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത ഡ്രാമാസ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അത് ഇഷ്ടമാവില്ലായിരിക്കും. പക്ഷെ നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ജീവിക്കുന്നതായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ ജീവിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഇൻട്രസ്റ്റ് ഉള്ള സാധനം നിങ്ങൾ പറയുമ്പം ബാക്കിയുള്ളവരും എന്തായിരിക്കും പറയാം, ചിലപ്പോൾ അത് ചടപ്പിക്കും, നമ്മളപ്പോൾ എല്ലാം ചടപ്പിക്കും. എന്തിനാടാ പോകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ തന്നെ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ പോയിട്ട് നമ്മളും അവന്മാരുടെ ട്രാക്കിലോട്ട് അങ്ങ് പോകും. നിങ്ങൾ ഫെൽറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് മടിയൊക്കെ ഉണ്ടാവും. ചിലവർക്ക് എന്ത് കാര്യം ചെയ്യാനും മടിയുള്ളവന്മാരൊക്കെ കൂടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളും മടിയന്മാരായി. നമ്മളാ കാര്യങ്ങളൊക്കെ എന്താ പോസ്റ്റ്പോൺ ചെയ്ത് ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്ത് കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കും. എന്തെന്നാണെങ്കിലും കുറച്ചൊക്കെ കഴിയുമ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ റൂമിനകത്തൊക്കെ ഇരുന്ന് ഞാൻ മടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വല്ല പുറത്തോട്ടും പോകാൻ നോക്കും. ഈ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ടാസ്ക്കാണ് കുറേ പൈസ കിട്ടും. ഈ മറ്റേ റീലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു സ്ഥലം സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇത്ര പൈസ പോയി അത്ര പൈസ പോയി. എങ്ങനെയാണെങ്കിലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മിനിമം ഇപ്പോൾ നമ്മളൊന്ന് ഇവിടെ നിന്നൊക്കെ ഇന്ദിരാനഗറോ അല്ലെങ്കിൽ കോർമംഗലയോ അല്ലെങ്കിൽ മടിവാളയോ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിലും ബസ്സിന് പോകുന്നവരുണ്ട്. ഇപ്പോൾ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ റാപ്പിഡ് എടുത്തിട്ട് പോകും. പക്ഷെ അങ്ങനെ പോകുമ്പോൾ കുറച്ച് പൈസ ആദ്യം തന്നെ പോകും. പിന്നെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് ഫുഡിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെന്തായാലും കയറുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പൊതുവെ എവിടെ പോയാലും ബിരിയാണിന്ന് കണ്ടാൽ ആ ബിരിയാണീനകത്ത് നിൽക്കും. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ലല്ലോ, നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടാവല്ലോ, അതിനകത്ത് ചില ആൾക്കാർ ചിലത് ട്രൈ ചെയ്യും, ചിലത് ട്രൈ ഔട്ട് ചെയ്യില്ല. പക്ഷെ എനിക്ക് എല്ലാത്തിനും ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കുറേ നാളായിട്ട് ബക്കറ്റ് ലിസ്റ്റിലിട്ട് വെച്ച സാധനമായിരുന്നു ഒരു ആന്ധ്രാമീൽ കഴിക്കണം. ഭയങ്കര അങ്ങനെയല്ല, എല്ലാവരും വലിയ ഹൈപ്പൊക്കെ ഇട്ട് പറഞ്ഞ സാധനമാണ്. അപ്പോൾ എനിക്കൊന്നും എന്താണെന്ന് അറിഞ്ഞു നോക്കണമെന്നുണ്ട്. പക്ഷേ അത്
നിങ്ങൾ വിചാരിക്കും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആന്ധ്ര പി ജിയിലാണ് നിൽക്കുന്നത്, ആന്ധ്രയിലെ ഫുഡൊന്നും കൊള്ളൂല, ഭയങ്കര കലമ്പാണ്, ഭയങ്കര എരിവാണ്, ഒരു വസ്തുവിനും കൊള്ളൂല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ ആ ഫുഡ് കഴിച്ചപ്പോൾ അതൊക്കെ എനിക്ക് മാറി. സംഭവം അവർക്ക് ഉണ്ടാക്കാൻ അറിയാത്തിരിക്കും. ശരിക്കുള്ള ആന്ധ്ര ഫുഡ് ഭയങ്കര രസമുള്ള സാധനമാണ്. നമ്മൾ ഈ മീൽസൊക്കെ കഴിക്കുന്നില്ല, നമ്മളെ കുറേ സാധനങ്ങളൊക്കെ അവിയൽ, കിച്ചടി, അങ്ങനെ കുറേ സാധനങ്ങളുള്ള ഒരു വലിയൊരു മീൽ തന്നെയാണ് അവരുടെ മീൽസ്. അതിനകത്ത് കുറച്ച് സ്പൈസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണട ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് കഴിഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ ഒരാൾ പറഞ്ഞു. ശരിയാക്കി, ഓക്കെയാണേ, കണ്ണട നേരെയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം. നമ്മളെ ആൾക്കാർ നമ്മൾ എന്തോരം മൈന്യൂട്ടായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളെ ബാക്കിൽ നിന്ന് ബിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാർ സൂക്ഷിച്ചോട്ടാ. അങ്ങനത്തെ ആൾക്കാരോടൊക്കെ പെട്ടെന്ന് നോ പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കി വെച്ചേക്കാം, മാറ്റിയെടുത്തെന്ന് പറഞ്ഞാൽ വേണ്ട. എന്തിനാ വെറുതെ നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ഡ്രാമാസും നമ്മളെ തന്നെ ഇങ്ങനെ ബാക്ക് ബിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരോടൊക്കെ നോ പറഞ്ഞ് ജസ്റ്റ് ഒഴിവാക്കി വിട്ടേക്കാം. ലൈക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത പോയാൽ മതി, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സെറ്റായിട്ട് പോകണം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മളെ കൂടെ നിന്നിട്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ബാക്കിലിട്ട് നിന്നിട്ട് കഥ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളിപ്പം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഓരോ സമയം ഓരോ നടക്കുമ്പോഴും പക്ഷെ കറക്റ്റ് സമയത്ത് നമുക്ക് ആ സാധനം മനസ്സിലാവും. അതാണ് വേറെ കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ട റീൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം. ഞാൻ അങ്ങനെ എടുത്തൊരു റീലാണത്. പക്ഷേ ആ റീലിന് ഒരുപാട് മോശം കമൻസ് വന്നു. ഗൈസ്, എപ്പോഴും നമ്മൾ നമ്മുടെ ട്രൂ സെൽഫ് മാത്രം കാണിക്കണമെന്ന് ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് ചിലപ്പോൾ ഞാൻ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ഇടാറുണ്ട്, ചിലപ്പോൾ എനിക്ക് ക്രിഞ്ചാണ് തോന്നുന്ന കാര്യങ്ങൾ ഇടാറുണ്ട്. ആസ് എ പേഴ്സൺ ഞാൻ എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന ക്യാരക്ടറൊന്നുമല്ല. ലൈക്ക് എനിക്ക് ഫണ്ണായിട്ട് കാര്യങ്ങൾ തോന്നാറുണ്ട്, ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും. നിനക്ക് വട്ടായോ, നിനക്ക് എന്ത് പറ്റി, നിനക്ക് സുഖമില്ലേ, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിച്ച്. ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എനിക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് ഇഷ്ടം കാണാൻ ഇങ്ങനെയൊക്കെ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കിയിട്ട് പോകണം. ജസ്റ്റ് എന്തിനാ വെറുതെ ഒരാൾ അതിൻ്റെ വല്ലാണ്ട് എനിക്ക് ഈ ക്രിറ്റിസിസംസ് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണെന്നല്ല, എനിക്കതൊരു എന്താ പറയുക, അതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവും. ഞാൻ അതിനെ ഇങ്ങനെ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആയി, അതെന്താ ഞാൻ അങ്ങനെ ചെയ്തെന്ന് പറയും. ഒരാളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് അവൻ്റെ മുമ്പ് പോയിട്ട് അവനങ്ങ് നാണം കെടുത്തുന്നല്ല, എന്താ പറയുക, ഇനി അതിനൊരു മലയാളം വേർഡ് ഉണ്ടല്ലോ, ഷിറ്റ് എന്തിലോട്ടെ, ഇങ്ങനെ പോയിട്ട് എന്താ പറയുക, അടിച്ചമർത്താന്നറിയില്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണതാണ്, അതിൽ വരെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതിനടുത്ത് നേരത്തെ പറയില്ല, എൻ്റെ കണ്ണട ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, അത് വിഷ്വലി അപ്പീലിംഗ് അല്ല, അത് നല്ലൊരു സജഷനാണ്. അതിൻ്റെ അടുത്ത് നേരെ വന്ന് പറഞ്ഞു. അത്രയും ആൾക്കാർ നമ്മൾ മൈന്യൂട്ടായിട്ട് വരെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. മറ്റേ നാട്ടുകാർ പറയില്ലേ, സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ആൾക്കാരും കുറേ എണ്ണമുണ്ട്. അപ്പം ഇതിലൊക്കെ ജീവിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചും കണ്ടും ചെയ്തൊക്കെ ജീവിക്കണമാണ്. അപ്പം എന്താണ്, ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകണ്ട. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം മിസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അവന്മാരുടെ അടുത്ത് പോയിരുന്നാൽ എപ്പോൾ പോയിരുന്നാലും എവിടെയാണോ നിർത്തി, ലൈക്ക് കഴിഞ്ഞ തവണ ഇവിടെ നിന്നാണോ കണ്ടു നിർത്തിയത്, ആ സെയിം വൈബിൽ കയറാൻ പറ്റും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ കോളേജിനകത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുറേ മെമ്മറീസും കുറേ കാര്യങ്ങളും കിട്ടുന്നൊരു സാധനം തന്നെയാണ് നമ്മുടെ ഈ കോളേജ് ലൈഫ്. ഈ കോളേജ് ലൈഫിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവന്മാരൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു സർക്കിളാണ്. പക്ഷെ ആ സർക്കിളിൽ പിന്നെ ഒരു ചാൻസ് കിട്ടുമ്പോൾ തിരിച്ചു പോകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഭയങ്കര വിഷമമായിരിക്കും. ലൈക്ക് അത്രയും നാൾ കാണാത്തവന്മാർ ആദ്യം കാണും, ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ ആ 2 ദിവസമൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കും. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കുറച്ച് ദിവസം മുന്നേ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് റീകണക്ട് ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷൻസാണ്. കാരണം എന്താണ്,
ഒരു കുറച്ച് നമ്മൾ ഈ ഒരു ലൈഫില്ലേ, നമ്മളിപ്പോൾ എന്താണ് ഇങ്ങനെ രാവിലെ എണീക്കണു, ഓഫീസിൽ പോകണു, തിരിച്ചു വരണു, വീട്ടിൽ വിളിക്കണു, ഫ്രണ്ട്സിനെ വിളിക്കണു, ഇങ്ങനെ ഒരു സൈക്കിളിനകത്ത് ഒരു ലൂപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കില്ലേ. ഈ ലൂപ്പിനകത്തുനിന്ന് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയോ അല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ പോയിട്ട് ഒന്ന് മീറ്റ് ചെയ്യുക. 2 ദിവസമൊക്കെ ഒന്ന് അവരെ കൂടെ കറങ്ങി അടിച്ച് വിളിക്കുക. അപ്പോൾ എന്താവും, ഒന്ന് റീകണക്റ്റ് ആവും. റീകണക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലൂപ്പിനകത്തല്ലേ രാവിലെ എണീച്ച് ആ ഒരു സാധനത്തിനകത്തുനിന്ന് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സംസാരിക്കുക എന്നുള്ളത്. വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു റിയലൈസേഷൻസ്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു. ഇന്നെൻ്റെ വീക്കെൻഡാണ്. വീക്കെൻഡിൽ എന്താണ്, പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. എന്താ സാധാരണ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാക്കിയിട്ട് പോവും, പിന്നെ ഫുഡ് കഴിക്കാൻ പോകും. പക്ഷേ ഇപ്പോൾ അതൊരു പുതിയ സ്ഥലത്താണ് ഞാൻ. അപ്പോൾ എനിക്കിവിടെ അങ്ങനെ കമ്പനിക്കാരൊന്നും ഇല്ല. പക്ഷേ കമ്പനിക്കാരൊക്കെ ഉണ്ട്, അത് കുറച്ച് ദൂരത്താണ്. പക്ഷെ അങ്ങോട്ടേക്കൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നു. ഇപ്പം ഞാൻ നിർത്തി. പിന്നെ എന്താണ്, ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദിവസം നുള്ളിത്തള്ളി നോക്കണം. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എന്ത് തേങ്ങ കാണിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടി സമാധാനം, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കണേ. അത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എന്തെന്നാണെങ്കിലും ഞാൻ ഭയങ്കര മൊമെൻറ്റിൽ എടുത്തു ചാടുന്ന ഒരാളാണെന്ന് എനിക്ക് ആദ്യം ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ചില എടുത്തുചാട്ടങ്ങൾ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പാക്കിയിട്ടുണ്ട്, പക്ഷേ ചിലത് എന്നെ നല്ല രീതിയിൽ അലമ്പാക്കിയിട്ടുണ്ട്. അപ്പം ലൈഫ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ. അങ്ങനെ ഈ ദിവസം ഇവിടെ അങ്ങനെ തീരാൻ പോവാണ്. സോ ബൈ എന്താ പറയുക, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ.